സ്ത്രീപക്ഷ ഒരു സ്ത്രീ അനുഭവിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വിഷയത്തെ ആ വിഷയമൊന്നും ഞാൻ പറയുന്നില്ല. വളരെ ഗംഭീരമായി നാടകത്തിൻ്റെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയിട്ടുള്ള സിനിമയാണ്. കാലിക പ്രശസ്തിയുള്ള സിനിമയാണ്. ഒരുപറ്റം നാടക കലാകാരന്മാരാണ് സെൽവരാജ്, അതുപോലെ അജി, അതുപോലെ നന്ദനുണ്ടി തുടങ്ങിയ മുത്തരവേൽ സുധീർ ബാബു തുടങ്ങിയ നാടക നടന്മാരെ വർഷങ്ങളായി കേരളത്തിലെ വലിയ ഒരുപാട് സ്റ്റേജുകളിൽ നാടകം അവതരിപ്പിച്ചിട്ടുള്ള കലാകാരന്മാരെ നാടകമാണ്. സ്ത്രീപക്ഷ സിനിമയാണ്. സ്ത്രീകളും കുടുംബങ്ങളും ഒക്കെ കാണുന്ന സിനിമയാണ്. ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു എല്ലാ ആർട്ടിസ്റ്റുകളും സംവിധായകരും പ്രത്യേകം അഭിനന്ദനം. വിനോദ് ഏക്കരാശിയുടെ മികച്ച ഡയറക്ഷനാണ് നമ്മുടെ വിനയ് ഫോർട്ട് ആറാടി എന്ന് തന്നെ പറയാം. ഒരു സംഭവബഹുലമായ ഒരു സാമൂഹിക പ്രവർത്തനമുള്ള മികച്ചൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. എല്ലാം തിയേറ്ററിൽ നിന്ന് കാണേണ്ട സിനിമയാണ്. വിനയ് ഫോർട്ടിൻ്റെ മാജിക് എൻ്റർടൈൻമെൻറ്റാണ്. പിന്നെ സ്റ്ററിൻ്റെ മികച്ച അഭിനയം. ഓക്കെ, റിവ്യൂ ഇങ്ങനെ എടുക്കാൻ നിൽക്കുമ്പോൾ പറയാതെ പോവാണ്. പക്ഷേ ഇതിനെന്തോ പറയണമെന്ന് തോന്നി. ഗംഭീര സിനിമ, എല്ലാവരും തിയേറ്ററിൽ കാണുന്നത്. ആടി തീർത്ത് തിയേറ്ററിൽ മിസ്സാക്കാതെ ഒന്ന് കാണാൻ പറ്റിയ നല്ല സിനിമയാണ്. ഈയിടെ കഴിഞ്ഞതിൽ വെച്ച് സൂപ്പർ മലയാള സിനിമ മിസ് ചെയ്തു. നല്ലോണം ഗംഭീര സിനിമ. പടം കഥ കൊള്ളാം. അതായത് ഒരു നാടകം, ഈ നമ്മൾ ഇതിന് പടത്തിലെ 10 മിനിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. തട്ടേ കയറി നിന്ന് ഡയലോഗ് പറയുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഒരു സംഭവം നടക്കണോ അതിന് ചുറ്റുപറ്റുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഒരു വൺ ടൈം വാച്ചുള്ളതായിട്ട് എനിക്ക് തോന്നി. കുഴപ്പമില്ല. അതായത് 10 മിനിറ്റത്തെ ശരിക്കും ഒരു നാടകം തട്ടേ കയറി നിന്ന് സംസാരിക്കില്ല, ആ ഒരു ഡയലോഗൊക്കെ വരും. ഞാൻ ആ ഒരു രീതി വന്നിട്ടുണ്ട്. നല്ലതല്ലേ? പടം നല്ലതായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നന്നായി. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു പടം? ചേച്ചി പടം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപാര സ്ക്രിപ്റ്റ് പ്ലേ ആണ്. നല്ല ഓരോ ക്യാരക്ടറിനെയും സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. നിങ്ങൾ എന്തായാലും കാണണം. ഒരു ഫെസ്റ്റിവൽ മൂവി, എല്ലാ സിനിമാറ്റിക്കിൻ്റെ എല്ലാ ചേരുവകളും ഈ സിനിമയ്ക്കുള്ളതാണ്. ഇഷ്ടപ്പെട്ട കുഴപ്പമില്ല. നല്ല വിനയ് ഫോർട്ടും ഷാജോനൊക്കെ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി സിനിമ. സൂപ്പർ. ഞാൻ ഒരു പ്രാവശ്യം കണ്ടതാണ്, പക്ഷെ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു സിനിമ. എൻഗേജിംഗ് ആണോ? തീർച്ചയായും. ചേട്ടാ എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? വിനയ് ഫോർട്ടൊക്കെ എങ്ങനെയുണ്ട്? 2024 മികച്ച ചിത്രം തന്നെയായിരിക്കും. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. വളരെ നല്ലൊരു സിനിമയാണ്. ധൈര്യമായിട്ട് എല്ലാവർക്കും തിയേറ്ററിൽ ഒന്ന് കാണാം. ഈ പറഞ്ഞതുപോലെ ഫെസ്റ്റിവലിലും അതുപോലെ തന്നെ തിയേറ്ററിൽ ഒരേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഈ കാണാത്തവർ എല്ലാവരും വന്ന് തിയേറ്ററിൽ നിന്ന് കാണണം. വലിയ സന്തോഷമാണ്. കാരണം അവർ ഈ പറയുന്നതുപോലെ ഈ സിനിമയിൽ അവർ പുതുമുഖങ്ങളാണെന്നുള്ള ഒരു 10-20 വർഷമായിട്ട് അവരെല്ലാവരും വിനയ് ആണെങ്കിലും നമ്മുടെ ആനന്ദ് ഡയറക്ടർ അടക്കം ഇവരെല്ലാം ഒരുമിച്ച് സ്റ്റേജിൽ പ്രവർത്തിക്കുന്നവരാണ്. തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവർക്കെല്ലാം സിനിമയിൽ അഭിനയിക്കാനൊരു അവസരം ഇപ്പോൾ കിട്ടിയെന്നുള്ളൂ. അതവർ അവർ ലേറ്റായി പോയെന്നുള്ളതാണ്. എല്ലാവരും ഗംഭീര ആക്ടേഴ്സാണ്. അത് സിനിമ കാണുമ്പം അത് മനസ്സിലാവും. അപ്പം അവരുടെയൊക്കെ ഒപ്പം ഒരു ഭാഗം വാങ്ങി കഴിഞ്ഞാലുള്ള സന്തോഷമാണ്. ഒരു ഫെസ്റ്റിവലിന് അങ്ങനെ ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫെസ്റ്റിവൽ മൂവി എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതല്ല, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണത്. അതാണ് തിയേറ്ററിൽ വന്ന് കണ്ടു കഴിയുമ്പോൾ എല്ലാവരും പറയുന്നത് അതാണ്. തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ് കേട്ടോ. ടെക്നിക്കൽ സൈഡെല്ലാം ഗംഭീര ആൾക്കാരാണ് എല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ളവരും എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. സിനിമയല്ല, നമ്മൾ സിനിമയായിട്ട് കണ്ടാൽ മതി. അപ്പോൾ അതിന് വളരെ മനോഹരമായ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഡയറക്ടർ റൈറ്റർ ആനന്ദ്. വളരെ ഭംഗിയായിട്ടുണ്ട്. ശരി, താങ്ക് യു. ഇത്രയധികം ഹൗസ്ഫുൾ ഷോസ് വരുന്നു എന്ന് പറയുന്നത് ലൈക്ക് മൈൻഡ് ബ്ലോയിങ് ആണ്. ഈ സിനിമയുടെ വിജയം നമ്മളിപ്പോൾ പല ഫെസ്റ്റിവലുകളിൽ പോയി ഒരുപാട് അംഗീകാരങ്ങൾ ഈ സിനിമ കിട്ടി. പക്ഷേ
ഈ സിനിമ ഒരു ഫെസ്റ്റിവൽ സിനിമയായിട്ടല്ല നമ്മൾ കൺസീവ് ചെയ്തത്. ഈ സിനിമ ഒരു 100% ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള സസ്പെൻസ് ഡ്രാമയാണ്, സസ്പെൻസ് ത്രില്ലറാണ്, ക്രൈം സസ്പെൻസ് ത്രില്ലറാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആളുകൾക്ക് ഇഷ്ടമാകുന്നത് അവരെ ഈ സിനിമ എൻ്റർടൈൻ ചെയ്യിക്കുന്നതുകൊണ്ടിട്ടാണ്, അവരെ ത്രില്ല് ചെയ്യുന്നതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഈ സിനിമ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാകുന്നുള്ളതിൽ നമുക്ക് ഒരു സംശയമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രൊമോഷൻ മുഴുവൻ ചെയ്തത്. പക്ഷേ ആ പ്രൊമോഷനൊക്കെ ഫലം കണ്ടു. ഇപ്പോൾ ഒരുപാട് ഹൗസ്ഫുൾ ഷോസ് വന്നു ഓൾറെഡി. ഇപ്പോൾ തന്നെ സാധാരണ ഒരു സ്റ്റാർ പവർ ഇല്ലാത്ത പടങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കുമല്ലോ. പക്ഷേ ഇന്ന് തന്നെ ഇത്രക്കധികം ഹൗസ്ഫുൾ ഷോസ് വന്നതും തിയേറ്ററുകൾ കൂടാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി 90 തിയേറ്റേഴ്സ് ഉണ്ട്, അത് കൂടാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം സിനിമ കമേഴ്ഷ്യലി വയബിളായി അല്ലെങ്കിൽ കമേഴ്ഷ്യലി വർക്ക് ചെയ്യുന്നു എന്നുള്ള. അപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, കൂടുതൽ ആളുകളെ സിനിമ കാണിക്കുക. ആക്ടർ പിടിച്ചില്ലല്ലേ എല്ലാ ഇപ്പോൾ ഒരാളെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് മറ്റേ സെറിൻ്റെ പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള നടികളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന നടിയാണ്. സെറിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഞാൻ സെറിൻ്റെ സിനിമകൾ കണ്ടിട്ട് സെറിൻ്റെ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഫിലിം പോലെയാണ് ഞാൻ ആട്ടം കാണുന്നത്. ഇനിയാണ് സെറിൻ്റെ പണി തുടങ്ങാൻ പോകുന്നത്. അടിപൊളിയായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ ഞാൻ ആർട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ പെർഫോം ചെയ്യുമ്പോൾ എസ്പെഷ്യലി ചാലഞ്ചിനുള്ള സീൻസ് ഒന്നും കൂടുതലില്ലായിരുന്നു. പക്ഷേ വിനയും ബാക്കിയുള്ള ചേട്ടന്മാരും ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ സ്തബ്ധമായിട്ട് നോക്കിയിരിക്കും. ഞാനത് പെട്ടുപോകും. പക്ഷെ അടുത്ത റിയാക്ഷൻ ഡയലോഗ് ഞാനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കുറേ ടേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ചെറിയ ചെയ്ത മെമ്മറീസ് എല്ലാം മിക്കത് നടന്ന ആട്ടത്തിൻ്റെ ഷൂട്ട് ഡേയ്സിലാണ്. നമ്മുടെ ആ റിഹേഴ്സൽ സമയം 35 ദിവസം റിഹേഴ്സൽ ചെയ്ത് എല്ലാം വളരെ അതിൻ്റെ പ്രതിഫലം എല്ലാം കാണുന്നുണ്ട്. വെരി വെരി ഹാപ്പി. പിന്നെ നിങ്ങളോടും നന്ദി പറയാനുണ്ട്. കാര്യം ഈ മറ്റേ ഓൺലൈൻ മീഡിയയുടെ സപ്പോർട്ടുണ്ട്, അത് ഇമെൻസാണ്. പ്രത്യേകിച്ച് എനിക്ക് സോമൻ്റെ കൃതാവ് എന്ന് പറഞ്ഞ സിനിമ മുതലാണ് എനിക്ക് ഇത്ര സപ്പോർട്ട് കിട്ടുന്നതും. പ്രത്യേകിച്ച് ഈ സിനിമ നമ്മൾ പ്രൊമോഷൻ വൈസ് സ്ട്രോങ് ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ബാക്കപ്പ് ഉണ്ട് പ്രൊഡ്യൂസറിന്. സോമൻ്റെ കൃതാവ് പോലെയുള്ള സിനിമകൾ നമുക്ക് അത്രത്തോളം പ്രൊമോഷൻ ഇല്ലാഞ്ഞിട്ട് കൂടി അത് ഇത്രയധികം ആളുകൾ കാണാനുള്ള കാരണം ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഓൺലൈൻ മീഡിയ. വേറെ ഒരിടത്ത് നമ്മൾ ആ സിനിമ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു, താങ്ക്ഫുൾ. പ്രോജക്റ്റാണ് ആട്ടം. ഇതിൻ്റെ 3ാമത്തെ പടമാണ്. ആൻഡ് ആദ്യമായിട്ടാണ് ഇപ്പോഴത്തെ റെസ്പോൺസ് ഞാൻ ചെയ്ത ഒരു വർക്കിന് കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതെ അതെ, ഇതുപോലത്തെ ഒരു പ്രോജക്റ്റ് കിട്ടിയതിൽ ശരിക്കും ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ഭാഗ്യമാണോ ചെയ്തിട്ടുള്ളത് എനിക്ക് പോലും അറിയില്ല. ഇതുപോലത്തെ പ്രോജക്റ്റ് ആട്ടത്തിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ ഓഡിഷൻ്റെ വിനയ് ഫോർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വിനയ് ഫോർട്ട് എന്തിനായിരുന്നു ഈ ഓഡിഷൻ പോകുന്നത്? അസാധാരണമായിട്ടല്ലേ നടക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് വേറൊരു പ്രോജക്റ്റ് പോലെ അല്ല, എന്തോ സ്പെഷ്യാലിറ്റി ഇതിലുണ്ട്. അതാണ് എന്നെ ആദ്യം ആകർഷിച്ചത് ആട്ടത്തിലേക്ക്. പിന്നെ സെലക്ഷൻ കിട്ടിയപ്പോൾ നറേഷനൊക്കെ കേട്ടപ്പോൾ ഫുൾ ഫ്ലിപ്പായി. ഇത് അടിപൊളി ഒരു സംഭവമാണെന്ന് എനിക്ക് അപ്പോഴേ നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു. അത് 1.5 വർഷം മുന്നെയാണ് ഇതിൻ്റെ തുടക്കമായത്. പിന്നെ വെരി വെരി ഹാപ്പി. ശരിക്കും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വളരെ വളരെ സഹായകരമാണ് കേട്ടോ. ശരിക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുമ്പോൾ നല്ല സന്തോഷം. സിനിമ കണ്ടോ? പ്രാവശ്യം കണ്ടാണ്. ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളിപ്പോൾ ഇസ്ലാം ഫെസ്റ്റിവൽ മുതലായിട്ട് വരെ ഈ പടത്തിൻ്റെ കൂടെ നമ്മളെല്ലാവരും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അവസാനം ഇതിനൊരു ഡിസേർവ് ചെയ്യുന്ന ഒരു വളരെ നല്ലൊരു റിലീസ് ഇന്ന് നടന്നിട്ടുണ്ട്. ഇത് സൗത്ത് ഇന്ത്യയിൽ ഇന്ന് റിലീസായി. 11-ാം തീയതി GCC റിലീസാണ്. 12-ാം തീയതി വേൾഡ് വൈഡ് ആൻഡ് നോർത്ത് ഇന്ത്യ റിലീസാണ്. ഭയങ്കര സന്തോഷം. ബിക്കോസ് ഇത്രയും നല്ല കണ്ടന്റ്, ഇത്രയും നല്ല തിരക്കഥ, വളരെ എന്താ പറയുക ബ്രില്യൻ്റ് ആയിട്ടുള്ള മേക്കിംഗ് ആണ്. നിങ്ങൾ സിനിമ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. ഫിസിക്കൽ ഫൈറ്റ്സ് അല്ല, വെർബൽ ആക്ഷനാണ് ഇതിൽ കൂടുതൽ. നമ്മളെല്ലാവരും ഇങ്ങനെ സീറ്റഡിലിരുന്ന് കാണുന്ന പോലത്തെ ഒരു എൻഗേജിംഗ് ആയിട്ടുള്ള കണ്ടന്റാണ്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാവരും മലയാളി പ്രേക്ഷകർ 2024 ആദ്യത്തെ വീക്കെൻഡിൽ വന്ന സിനിമകളെല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ല കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് വളരെ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള സിനിമയാണ് ആട്ടം. വെരി പ്രൗഡ് ഓഫ് ദിസ് ഫിലിം ആൻഡ് വെരി പ്രൗഡ് ഓഫ് ദ ടീം. ഈ സിനിമയുടെ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും 25 വർഷത്തിലധികമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഒരു 35 ദിവസത്തിലധികം അവർ റിഹേഴ്സൽസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. സിംഗ് സൗണ്ടാണ്. ഒരുപാട് ടെക്നിക്കലി ഒരുപാട് എഫേർട്ടുകൾ എല്ലാം വർക്ക് ചെയ്ത് എല്ലാവരും എടുത്തിട്ടുണ്ട്. സോ അത് സ്ക്രീനിലേക്ക് ട്രാൻസ്ലേറ്റ് ആവുന്നത്
വിശ്വസിക്കുന്നു. ഐ റിയലി ഹോപ്പ് നിങ്ങളെല്ലാവരും ഇത്രയും സപ്പോർട്ട് ചെയ്ത പോലെ പ്ലീസ് സപ്പോർട്ട് ഗുഡ് ഫിലിംസ്. സിനിമയ്ക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഹാഫ് കേട്ടപ്പോൾ തന്നെ പുള്ളി പറഞ്ഞ സെക്കൻഡ് ഹാഫ് കേൾക്കേണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയും നല്ലൊരു പ്രൊഡ്യൂസർ, ഒരിക്കലും ഒരു ക്രിയേറ്റീവ് സൈഡിലേക്കോ അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ കാര്യത്തിലോ ഒന്നും ഒരു തരത്തിലും ഇടപെടാതെ ഫുൾ സ്വാതന്ത്ര്യം തന്നുകൊണ്ടാണ് ആ പ്രൊഡ്യൂസർ നമ്മളോടൊപ്പം നിന്നത്. ഇപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുകയാണ് പുള്ളി. ഇപ്പോഴും ഞങ്ങളെങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമ തിയേറ്ററിലെത്തിയിട്ട്. എന്തായാലും ഒരു സന്തോഷം. കണ്ടവരെല്ലാവരും വളരെ മികച്ച അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു 10-50ഓളം റിവ്യൂസ് ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഒരു വരി പോലും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു സന്തോഷവും വലിയൊരു അത്ഭുതമാണ്. കാരണം ഞങ്ങൾക്ക് ഇപ്പോഴും ഈ സിനിമയെ ജഡ്ജ് ചെയ്യാനായിട്ട് ഇപ്പോഴാണ് പറ്റി തുടങ്ങുന്നത്. ഈ അഭിപ്രായങ്ങൾ കേട്ട് വന്നപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഒരു കാര്യമാണ്. എന്തായാലും കണ്ടവർക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി കാണാൻ പോകുന്നവർക്കും സിനിമ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഒരു